ഹലോ ഗൈസ്, ഞാൻ ആദ്യം ഒരു സങ്കടത്തിൻ്റെ കഥ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പിറന്നാൾ ദിവസം അയാങ് ഗെയിമിൻ്റെ ട്രെയിലർ അവർ വൈകുന്നേരം 6 മണിക്ക് അനൗൺസ് ചെയ്യുന്നു. ഞാനൊരു 5:45 ആയപ്പോഴേക്കും ക്യാമറയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ. പിന്നെ ദുൽഖർ സൽമാൻ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ കരിയറുമാണ് ഡെവലപ്പ് ആവുന്നെങ്കിൽ പോലും അതുവഴി മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്, അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഇതൊക്കെയും എണ്ണി പറഞ്ഞുകൊണ്ടൊരു വലിയ ഇൻട്രൊഡക്ഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവർ ട്രെയിലർ അന്ന് ഇറക്കിയില്ല. പല ടെക്നിക്കൽ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറേ അപ്രൂവലും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുമല്ലോ. ചിലപ്പോൾ അവസാന നിമിഷ മിനുക്ക് പണികളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാവും. എന്തായാലും ആ ട്രെയിലർ അന്ന് റിലീസായില്ല. എൻ്റെ ഇൻട്രൊഡക്ഷൻ വെറുതെ ആയിപ്പോയി. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാൾ, ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ഒരാൾ, താൻ വളരുന്നതിനോടൊപ്പം ഇൻഡസ്ട്രിക്ക് ഗുണമുണ്ടാവുന്ന ഒരുപാട് പുതിയ താരങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ അയാങ് ഗെയിമിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. RDX എന്ന് പറയുന്ന സിനിമ അത് ഓണത്തിനൊരു 3 സിനിമകളായിട്ട് ക്ലാഷ് ആയിട്ട് റിലീസായതാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. അത്ര വലിയ വിജയമാണ് RDX സ്വന്തമാക്കിയത്. RDXന്റെ ഡയറക്ടർ നഹാസ് ഹിദായത്താണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ പ്ലേ സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മായിൽ അബൂബക്കർ എന്നിവർ ചേർന്നിട്ടാണ്. ഡയലോഗ്സ് ആദർശ് സുകുമാരൻ, ഷഹബാസ് റഷീദ്, സജീർ ബാബ ആൻഡ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജിംഷി ഖാലിദാണ് ചെയ്തിട്ടുള്ളത്. ഫിലിം എഡിറ്റർ ചമൻ ചാക്കോയാണ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ബൈ ജെക്സ് ബിജോയ്. നമ്മളിപ്പോൾ ട്രെയിലറാണ് കാണാൻ പോകുന്നത്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ഹെഡ്ഫോൺ ഇല്ലാതെ ഐപാഡിലാണ് കാണുന്നത്. എനിക്ക് എന്തായാലും ഇത് ഹെഡ്ഫോൺ വെച്ച് കാണണം, കാരണം നമ്മുടെ ജെക്സ് ബിജോയാണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ദുൽഖറിന്റെ സൗണ്ട് ഉണ്ടല്ലോ, നല്ല ഹെഡ്ഫോണിൽ കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിൽ. ഇവിടെ ചിലർ വാഴും, ചിലർ വീഴും. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യം ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. This is pure algorithm. Yes. Cabinet ministers multi-billionaires അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സ്. എനിക്കൊരു ഹോളിവുഡ് പടം ഓർമ്മ തന്നെയുണ്ട്. ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്. ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീമിനും ഓരോ പാറ്റേൺ ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ the game is easily predictable. Bring it on, boys. Chaos in a tailored suit. What the fuck are you all looking at? Fuck you too! I'm luck's worst habit. നമുക്ക് ആകെ ഫസ്റ്റ് ബാറ്റിംഗ്, ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ, ഫൈനൽ വിക്കറ്റ്. കൊടും വയലൻസ് ആണെന്നാണല്ലോ സാർ. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യന്റ്. ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റുകൾ കുറേ ഉണ്ടാവും. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. Never give up. I'm gonna settle everyone. അവസാനം ഒരു വാരിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ரொம்ப போட்டு கன்ஃபியூஸ் பண்ணிக்காத. This is just a freaking entertainment. അയ്യോ മിസ്കിൻ. ഓഗസ്റ്റ് 20. ദുൽഖർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദുൽഖർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു.
മലയാളത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയൊക്കെ വരുന്ന സമയത്ത് മമ്മൂക്കയുടെ മകൻ അങ്ങനെ തന്നെയാണ് ഞാനും അറിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ദുൽഖറിനെ അറിയുന്നത് അങ്ങനെയല്ല. ദുൽഖർ ഈസ് എ ബ്രാൻഡ്. അത് ഇന്ത്യ ഒട്ടാകെ ദുൽഖർ ആസ് എ ബ്രാൻഡ് ആണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിലെ അഭിനയ പ്രതിഭയുണ്ട്, ഈ പറയുന്ന പോലെ ഒരു ബിസിനസ് മാൻ ഉണ്ട്, എല്ലാം ചേരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഈ ട്രെയിലറിൻ്റെ തുടക്കമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫോക്കസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, നമ്മുടെ വിൽ സ്മിത്ത് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഗാംബ്ലിംഗ് സാധനങ്ങളുണ്ടല്ലോ, ഇത് ആക്ച്വലി ബ്രെയിൻ്റെ കളിയാണ്. അതായത് നിങ്ങൾക്ക് ഒരാളെ കൊണ്ട്, അതായത് ഞാനിപ്പോൾ ഏത് നമ്പർ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ ബെറ്റ് വെക്കാം. പക്ഷെ ഞാൻ ഏത് നമ്പർ ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എൻ്റെ ബ്രെയിനിനെ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്നെ കേൾപ്പിച്ച് അങ്ങനെ എന്നെ പ്രോഗ്രാം ചെയ്യിച്ചിട്ട് ഞാൻ ഏത് നമ്പർ സെലക്ട് ചെയ്യും എന്നുള്ള പ്രോബബിലിറ്റി കൂട്ടാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ വർക്ക് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അതൊരു കിടിലം പടമാണ്. അതായത് ബ്രെയിനിൻ്റെ അത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ആക്ച്വലി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രെയിൻ ആക്ച്വലി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ വിചാരിക്കാതെ നമ്മൾ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളിലും മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്. നമ്മളൊരു കളർ ചൂസ് ചെയ്യുമ്പോൾ, ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ, എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ ഔട്ട്കമ്മിനെ വരെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഈ ഗാംബിൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊരു ഭയങ്കര രസമുള്ളൊരു സിനിമയാണത്. അത് പറ്റിയാണ് നിങ്ങൾ കണ്ടു നോക്കി. എനിക്ക് അതിൻ്റെ ഒരു തുടക്കം പോലെയൊക്കെ തോന്നി. അതായത് ഗാംബ്ലിങ്ങിന് ഇവിടെ ആൾക്കാർ വരും, പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി, ഇതെല്ലാം മാത്സ് ആണെന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കോടികൾ ഉണ്ടാക്കാം. നമുക്ക് എന്ത് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അതിസമ്പന്നരായി മാറാൻ പറ്റും. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ബെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ചെറിയ ചെറിയ പരിപാടികളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇയാൾ ഒരു വലിയ സാധ്യത കണ്ടിട്ട് ഒരു ജാക്ക് പോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാശ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വില്ലനാണ്. ആക്ച്വലി നമ്മളെയും കൊണ്ടേ പോകുമെന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നൊരു ക്യാരക്ടർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേരുന്ന ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഓരോ സെക്കൻഡിലും. ഇതിൽ ദുൽഖറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് ലാസ്റ്റ് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാർഡ്സിലെ ഏറ്റവും ലാസ്റ്റ് കാർഡാണ് ഞാൻ. അതായത് ആ ലാസ്റ്റ് കാർഡിൽ കളി മാറും. അങ്ങനെ ചികിത്സെടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷേ അയാൾ കുറച്ച് സെൽഫ് ഒബ്സസ്ഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കരനാണെന്ന് പറയുന്നൊരു ചിന്ത കോൺഫിഡൻസിൻ്റെ ഭാഗമായിരിക്കാം. അയാളൊരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നുണ്ട്, അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതുപോലെ ഇയാൾക്ക് എല്ലായിടത്തുനിന്നും അടി കിട്ടുമ്പോൾ ഉള്ള പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതായത് ദുൽഖർ ആസ് എൻ ആക്ടർ അങ്ങേർക്ക് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ ഉള്ളതുപോലെ, സ്ക്രിപ്റ്റ് പ്രേക്ഷകനെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതുപോലെ, പിന്നെ ആക്ഷൻ രംഗങ്ങൾ, ഇതിൻ്റെ മ്യൂസിക് സൈഡ് എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കുറച്ച് വലിയ സ്ക്രീനിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ കാണേണ്ട ഒരു ട്രെയിലറായിട്ടാണ് തോന്നുന്നത്. ഇനി നാളെ ഉന്മാദമുണ്ട്, അതുകൂടാതെയും സിനിമകളൊക്കെ ഉണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ. ഇപ്പം സ്പൈഡർമാൻ എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി പോയി കാണും. അങ്ങനെ കാണുന്ന സമയത്ത് തീർച്ചയായും ഐ എം ഗെയിമിൻ്റെ ട്രെയിലർ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഓണത്തിന് ദുൽഖർ എത്തുന്നത് ചുമ്മാ കയ്യും വീശിയല്ല. ദുൽഖറിൻ്റെ കുറേ സിനിമകൾ മലയാളത്തിൽ അടുപ്പിച്ച് പരാജയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങേരിപ്പോഴും മലയാളത്തിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് എന്താ പറയുക ക്രൗഡ് പുള്ളറാണ്. കാരണം അയാളുടെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ കയറും. അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ മലയാളത്തിൽ അങ്ങനെ. അതായത് അടുപ്പിച്ചൊരു 4 പടം 5 പടം പൊട്ടിക്കഴിഞ്ഞാലും അവരുടെ അടുത്ത പടത്തിന് ഹൗസ്ഫുൾ ഷോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ആക്ടർ. ആൻഡ് ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനിയും കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ട്രെയിലറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, ഇതിൻ്റെ കഥയുടെ ഒഴുക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, ദുൽഖറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യും. ഇപ്പം ട്രെയിലർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾ ഈ സിനിമയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ട്രെയിലർ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.